1946 ബംഗാൾ കലാപത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ദി ബംഗാൾ ഫയൽ ചിത്രം തിരുവനന്തപുരം ലുലു മാളിലെ PVR-ൽ പ്രദർശിപ്പിക്കുന്നു. ആർഷവിദ്യാ സമാജം ബാലരാമപുരമാണ് പ്രത്യേക ഷോ നടത്തുന്നത്. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1946 ബംഗാൾ കലാപത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ദ ബംഗാൾ ഫയൽ തിരുവനന്തപുരം PVR-ൽ ഇന്ന് പ്രദർശിപ്പിക്കുകയാണ്. ആർഷവിദ്യാ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സിനിമ സ്പെഷ്യൽ ഷോയായി പ്രദർശിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു സിനിമ പ്രദർശിപ്പിക്കുന്നു, അതായത് പ്രദർശനാനുമതി താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ മമതാ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു അജണ്ട ആ സിനിമയ്ക്കുണ്ട് എന്ന തരത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണത്. എന്തുകൊണ്ടാണ് ആർഷവിദ്യാ സമാജം ഇത്തരത്തിലൊരു പ്രത്യേക ഷോയിലൂടെ ആളുകൾ ഇത് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരണം യഥാർത്ഥ ചരിത്രം ജനങ്ങളിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. മഹാത്മാക്കൾ പറയാറുണ്ട്, യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചുള്ള ശരിയായ പഠനം ഇല്ലെങ്കിൽ അവർക്ക് വർത്തമാനവും ഭാവിയും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ബംഗാളിൽ ഒരു 1946 ഓഗസ്റ്റ് 16 ഒരു കലാപം നടന്നു. അതായത് അവിടെയുള്ള ആ നാടിൻ്റെ മക്കളെ അവിടുന്ന് ക്രൂരമായി അടിച്ചോടിക്കുന്ന രീതിയിലുള്ള ഒരു കലാപമാണ് നടത്തിയത്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവിടെയുള്ളവരും അല്ലെങ്കിൽ പ്രത്യേക ചില ആശയങ്ങൾ പുലർത്തുന്നവരുമാണ്. അതിനന്നുണ്ടായിരുന്ന അവിടെ ഭരണം നയിച്ചിരുന്നവരുടെ പിന്തുണയോടുകൂടിയാണ് വർഗീയ കലാപം നടന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ കലാപം നടന്നു, അതിൻ്റെ പിന്നിലെ സത്യം എന്താണ്, അതിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നിട്ട് ജനങ്ങളെ ഒരു ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം. മാത്രമല്ല, ചില ആൾക്കാർ ഈ കലാപത്തിന് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ യാദൃശ്ചികമായി നടന്നതല്ലത്. അതിൻ്റെ പിന്നിൽ വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. കാരണം ഒരു മാസം, അറിയാലോ, ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് പറയുന്ന കലാപം ഒരു മാസം കൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം തന്നെ കൽക്കട്ടയെ തലസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ബംഗാളിനെ മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവർ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ചെയ്ത അവിടുത്തെ അന്നത്തെ പ്രീമിയർ, മുഖ്യമന്ത്രി അറിയാലോ, മുസ്ലിം ലീഗിൻ്റെയൊക്കെ ആയിരുന്നു, മേയർ മുസ്ലിം ലീഗിൻ്റെ ആയിരുന്നു. മുഹമ്മദ് അലി ജിന്നയുടെ ആഹ്വാനം ആയിട്ടാണ് അവർ ഈ കലാപത്തിലേക്ക് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ ഒരു മാസത്തെ റേഷൻ പോലും ആ കലാപകാരികൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് യൂണിഫോം ഇടണ്ട എന്ന രീതിയിലുള്ളൊരു ഉത്തരവുണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ചയായിരുന്നു കലാപം നടന്നത്. അന്ന് സർക്കാർ പൊതു അവധി കൊടുത്തു. മാത്രമല്ല, ഈ കലാപത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാർക്ക് പെട്രോൾ കാർഡ് ഉണ്ടായിരുന്നു സർക്കാരിൽ നിന്ന്. മറ്റുള്ളവർക്ക് പെട്രോൾ കൊടുക്കുന്നത് നിർത്തിയിട്ട് ഈ പെട്രോൾ കാർഡ് ഈ മന്ത്രിമാരെന്ത് ചെയ്തു, ഈ കലാപകാരികൾക്ക് കൊടുത്തിട്ട് കലാപകാരികളെ പെട്രോൾ വാങ്ങി പെട്രോൾ ബോംബ് ഉണ്ടാക്കി. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ വെൽ പ്ലാൻഡായിട്ട് നടന്ന ഒരു കലാപത്തെ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ശ്രമം നടത്തുന്നത്. മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ചില ആശയങ്ങളുണ്ട്, ചില ഐഡിയോളജിയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. അതുകൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു ഉദ്യമം, നല്ലൊരു സിനിമ വരുമ്പോൾ നമ്മൾ ഭാവനാലോകത്തുനിന്ന് ഉണ്ടാകുന്ന സിനിമകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥ ചരിത്രത്തെ വസ്തുതാപരമായി വിലയിരുത്തിക്കൊണ്ടൊരു സിനിമ, ഇത്രയും പൈസയൊക്കെ മുടക്കി സിനിമ ഇറക്കുമ്പോൾ ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർ ഈ സിനിമയെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഷോ പ്രത്യേക രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചത്. തീർച്ചയായും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ യഥാർത്ഥ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഷോ ഇവിടെ നടത്താൻ ആർഷവിദ്യാ സമാജം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ ഷോ ആരംഭിക്കും. ക്യാമറമാൻ അനൂജിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.